ഈ വിശ്വനാഥൻ നായരുടെ മക്കളാണ് മോഹൻലാലും പ്യാരിലാലും. ആരും പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങനത്തെ ഇത്രയും ഷൈനസ് ഉള്ള ഒരാൾ സിനിമയിൽ വരുന്നത്. നമ്മുടെ ഒരു നടനുണ്ട്, ഗോപകുമാർ എന്ന നടനുണ്ട്. അയാൾ തിരുവനന്തപുരത്തുകാരനാണ്. അപ്പം അയാൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നു. മുടുവൻ മുകള അങ്ങനെ സ്ഥലം. അവിടെ ബസ് കാത്തൊക്കെ നിൽക്കുമ്പോൾ ഇവർ രണ്ടുപേരും ഉണ്ടാവുന്നു. ഇയാൾ ഇങ്ങനെ തൂങ്ങി പിടിച്ചിങ്ങനെ നിൽക്കുന്നുണ്ടാവും. മോഹൻലാലിനെ കണ്ടിട്ടുണ്ട്. അയാൾ നടത്തും ഒക്കെ ഷൈനസ് ഇപ്പോഴും ഉണ്ട്. ഞാൻ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട് കേട്ടോ. ഫോട്ടോ എടുക്കാൻ കുറേ ഉണ്ടെങ്കിൽ. പൊതുവേ അയാളുടെ സംസാര രീതിയും ഭയങ്കര പതുക്കെ സംസാരിക്കും, ഭയങ്കര സ്നേഹത്തിൽ സംസാരിക്കും. ഒരു ഷൈനസ് എപ്പോഴും ആൾക്കുണ്ട്. ഓക്കെ. അപ്പോൾ ഇയാൾ തിരുവനന്തപുരത്ത് കോളേജിൽ പഠിക്കുമ്പോൾ അവർക്കൊരു ഫ്രണ്ട് സർക്കിളുണ്ട്, പ്രിയദർശൻ, അങ്ങനെ കുറച്ച് ഫ്രണ്ട് സർക്കിളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫാസിൽ അദ്ദേഹം ഒരു സിനിമ അനൗൺസ് ചെയ്യണം, മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ. അതിൽ നായകനും വേണം, വില്ലനും വേണം, നായികയും വേണം. അപ്പോൾ ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയയിലും നല്ല വരിക, പത്രത്തിലാണ് പരസ്യം വന്നത്. അപ്പോൾ ഈ പരസ്യം കണ്ടപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു പറഞ്ഞാൽ വ്യത്യസ്തമായ രൂപമുള്ള ഒരാളാണ് വേണ്ടത് വില്ലനായിട്ട്. അപ്പോൾ മോഹൻലാലിന് ആ സമയത്ത് രൂപം അല്ലേ, ഹിപ്പി തലമുടി, ഒരു അത്ര അട്രാക്റ്റീവായ രൂപം ആയിരുന്നില്ല. അപ്പോൾ ഇവരെല്ലാവരും കൂടി മോഹൻലാലിനെ സജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇയാൾക്ക് ഒട്ടും താല്പര്യമില്ല. അങ്ങനെ ഇയാൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഒരു കത്തെഴുതി. അപ്പോൾ ഇയാൾക്കൊരു സ്കൂട്ടറുണ്ട്. ആ സ്കൂട്ടറിൻ്റെ ഉള്ളിൽ ഇത് വെച്ചു പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൾ മറന്നുപോയി, അയച്ചൊന്നുമില്ല. പിന്നെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഇയാളുടെ സ്കൂട്ടർ വേറെ സുഹൃത്ത് കൊണ്ടുപോവാണ്. അയാൾ സാധനം വയ്ക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഗ്ലോ ബോക്സ് തുറന്ന് നോക്കുമ്പോൾ എന്തുണ്ട്, പോസ്റ്റ് ചെയ്യേണ്ട കത്ത് അവിടെ ഇരിക്കുന്നുണ്ട് അല്ലേ. അയാൾ കൊണ്ടുപോയിട്ട് അത് പോസ്റ്റ് ചെയ്തു. ഇയാളുടെ ഫോട്ടോ ഒക്കെ ഉണ്ട് അതിനകത്ത്. വ്യത്യസ്തമായുള്ള ഒരു രൂപം ആലോചിച്ച് നടന്നിരുന്ന ഫാസിലിന് ഈ രൂപം ഇഷ്ടപ്പെട്ടു. ഈ രൂപം ഇഷ്ടപ്പെട്ട് കാസ്റ്റിങ്ങിൽ ആളെ സെലക്ട് ചെയ്യണുണ്ടായി. അതാണ് ഇന്നത്തെ ലാലേട്ടൻ അല്ലേ. മനസ്സിലായില്ലേ? അപ്പോൾ അന്ന് ആ കത്ത് എഴുതിയില്ലായിരുന്നെങ്കിൽ, സുഹൃത്തുക്കളുടെ കയ്യിൽ ആ കത്ത് കിട്ടിയില്ലായിരുന്നെങ്കിൽ, ആ കത്ത് പോസ്റ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ, ഇന്ന് ഏതെങ്കിലും ഒരു സർക്കാർ ഓഫീസിൽ അല്ലേ ആള് ജോലി ചെയ്ത് അവിടുന്ന് റിട്ടയർ ചെയ്ത് വീട്ടിലിപ്പോൾ റിട്ടയർമെൻറ്റ് ലൈഫ് ആസ്വദിക്കുന്നുണ്ടാവും. ശരിയല്ലേ? നമ്മുടെ ഭാഗ്യമാണല്ലേ അങ്ങനെ ലാലേട്ടനെ കിട്ടിയത്. ശരിയല്ലേ? നമ്മുടെ സ്വകാര്യ അഹങ്കാരമാണ് ശരിക്കും.